കേരളത്തിലെ +1 ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു, അതിൻ്റെ അഡ്മിഷൻ എടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇപ്പോൾ വന്നിരിക്കുന്നു, അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ആർക്കൊക്കെയാണ് അത് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക? അതോടൊപ്പം തന്നെ അതിന് ശേഷം എല്ലാ കുട്ടികളും കാത്തിരിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഇപ്പോൾ അതിന്റെ ഡേറ്റും കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വരും. അത് ആയി ബന്ധപ്പെട്ട രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. +1 പ്രവേശനം ഇനിയും ലഭിക്കാത്ത വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം അതിന്റെ ഇനിയും ഉണ്ടായിട്ടുള്ള ഒഴിവുകളിലേക്കാണ് രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ജൂലൈ 9 രാവിലെ 10 മണി മുതൽ 11-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നമുക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ശ്രദ്ധിക്കുക, ജൂലൈ 9-ാം തീയതി 10 മണി മുതൽ ജൂലൈ 11-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നമുക്ക് ഈ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഒഴിവുകൾ 9-ാം തീയതി തന്നെ അതിന്റെ ഒഴിവുകൾ നമുക്ക് സൈറ്റിനകത്ത് HS CAP എന്ന സൈറ്റിലാണ്, നേരത്തെ പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. HS CAP എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മുടെ +1 പ്രവേശന നടപടികൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അവിടെ വരുന്ന വേക്കൻസി, ഓരോ സ്കൂളിനകത്തുള്ള ഇപ്പോഴുള്ള വേക്കൻസി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക എന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. 3 തരത്തിലുള്ള കുട്ടികൾക്കാണ്, വിദ്യാർത്ഥികൾക്കാണ് ഈ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക. അതിലൊന്ന് എന്ന് പറയുന്നത്, നേരത്തെ ഇതുവരെ അപേക്ഷിച്ചിട്ടും ഒരു സ്കൂളിനകത്തും പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് അവരുടെ അപേക്ഷ സൈറ്റിൽ കയറി റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്കിലൂടെ നമുക്ക് അവരുടെ അപേക്ഷ നമുക്ക് പുതുക്കി നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുവരെ അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെ ഒരു സ്കൂളിനകത്തും നമുക്ക് പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾക്കാണ് ഇതിനകത്ത് പ്രവേശനം നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. രണ്ടാമത്തെ കുട്ടികൾ എന്ന് പറയുന്നത്, പുതുതായിട്ട് ഇതുവരെ അപേക്ഷ ഹയർ സെക്കൻഡറിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് പുതുതായിട്ട് അപേക്ഷ നൽകാനുള്ള കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുതുതായിട്ട് അപേക്ഷ നൽകാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, എന്തെങ്കിലും കാരണത്താൽ തെറ്റായ വിവരങ്ങൾ കൊടുത്ത് അപേക്ഷ നിരസിച്ചിട്ടുള്ള ഡിനൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ നേരത്തെ നിരസിച്ച അപേക്ഷയിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അവിടെ അപേക്ഷ പുതുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ 3 വിഭാഗങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് ഈ രണ്ടാം സപ്ലിമെന്ററിയിൽ അപേക്ഷ സമർപ്പിക്കാം. ഒന്ന്, ഇതുവരെ ലഭിക്കാത്ത കുട്ടികൾ; മറ്റൊന്ന്, പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നവർ; മറ്റൊന്ന്, അപേക്ഷയിൽ തെറ്റു വന്ന് നിരസിച്ചിട്ടുള്ള കുട്ടികൾ. ഇങ്ങനെ 3 ആളുകൾക്ക് നമുക്ക് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. ആർക്കൊക്കെയാണ് ഇത് അപേക്ഷിക്കാൻ വേണ്ടി കഴിയാത്തത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. അതായത്, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ജില്ലയിൽ ഏതെങ്കിലും സ്കൂളിനകത്ത് ഏതെങ്കിലും ഒരു കോഴ്സിനകത്ത് ഹയർ സെക്കൻഡറി +1 പ്രവേശനം നേടിയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ട്രാൻസ്ഫറിന് മാത്രമാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക, അല്ലെങ്കിൽ കോമ്പിനേഷൻ മാറ്റത്തിനാണ് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക. അത് ഇതിന് ശേഷം അടുത്ത ആഴ്ച തന്നെ അതിന്റെ കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും കോഴ്സിൽ ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് അപേക്ഷ അവർക്ക് പ്രവേശനം കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഇത് ബാധകമല്ല, അവർക്ക് ഇത് അപേക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. രണ്ടാമത്, നേരത്തെ പ്രവേശനം ലഭിച്ചിട്ടും നോൺ ജോയിനിങ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. നോൺ ജോയിനിങ് എന്ന് പറയുന്നത്, നേരത്തെ പ്രവേശനം ലഭിച്ചു പക്ഷെ നമ്മൾ ആ സ്കൂളിനകത്ത് പോയി ചേർന്നിട്ടില്ല, അങ്ങനെയാണ് നോൺ ജോയിനിങ് ആവുന്നത്. അത്തരം കുട്ടികൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല. പല കുട്ടികളും കമന്റിലൂടെ ചോദിക്കുന്നുണ്ട്, ഇത് എപ്പോഴാണ് നോൺ ജോയിനിങ് കുട്ടികൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഇത് ട്രാൻസ്ഫറിന് ശേഷം ഉണ്ടാവുന്ന സ്പോട്ട് അഡ്മിഷനിൽ അത്തരം കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കഴിയും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഒപ്പം തന്നെ മറ്റൊന്നുള്ളത്, അപേക്ഷ സമർപ്പിച്ച 2 വിഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. പ്രവേശനം ലഭിച്ചിട്ടുള്ളവർക്ക് പറ്റില്ല, പ്രവേശനം ലഭിച്ചിട്ട് നേരത്തെ നോൺ ജോയിനിങ് ആയിട്ട് കുട്ടികൾക്കും പറ്റില്ല. മൂന്നാമത്, പ്രവേശനം ലഭിച്ചിട്ട് നമ്മൾ TC വാങ്ങിച്ചു, TC ജോയിൻ ചെയ്തതിനു ശേഷം TC വാങ്ങിച്ച കുട്ടികൾക്കും, TC വാങ്ങി മറ്റൊരു കോഴ്സിനെ ചേർത്തുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇത് ബാധകമല്ല എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത്. ഇനി ഇപ്പൊ പ്രവേശനം ലഭിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ഈ സെക്കൻഡ് അലോട്ട്മെന്റ്, സെക്കൻഡ് സപ്ലിമെന്ററി അഡ്മിഷന് ശേഷം അടുത്ത ആഴ്ച തന്നെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കും അവർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് കോഴ്സുകൾ മാറാനോ ഉദ്ദേശിച്ച സ്കൂളുകൾ ലഭിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ കാത്തിരിക്കുന്നത് പോലെ മറ്റ് സ്കൂളുകളിലെ
ഒഴിവുകളിലേക്ക് മാറാനുള്ള അവസരമുണ്ട്. അപ്പൊ അത് ഈ സെക്കൻഡ് സപ്ലിമെന്ററിക്ക് ശേഷമാണ് നടക്കുക എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുക. അതുകൊണ്ട് ഇനിയും പ്രവേശന മാർക്കുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഉള്ള അവസരമാണ് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. എല്ലാവർക്കും നന്ദി.